പേഴ്സണൽ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക എംപ്ലോയീസിനെ. ഞാൻ ഇപ്പോൾ 10 വർഷമായിട്ട് ബിസിനസ് ചെയ്യാം. എൻ്റെ ഓഫീസിൽ നിന്ന് സാർ ചോദിച്ചു, ഏതെങ്കിലും ഒരു വ്യക്തിനെ എടാ പോടാ എടീന്ന് വിളിച്ചിട്ടുണ്ടോ? ഞാൻ നോ. ഒള്ളി പേര് മാത്രം. തൃക്കൊന്നല്ല, നമ്മുടെ ഒരു പഞ്ച്വാലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ. 1-ാം തീയതി ശമ്പളം കൊടുക്കുക, കൃത്യമായിട്ട് സ്റ്റാഫിന് സാലറി കൊടുക്കുക, അവരുടെ PF ESI കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുക്കുക, അവർക്ക് വല്ല കമ്മീഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാ മാസവും കൊടുക്കുക. ഇത് ചെയ്താൽ തന്നെ പ്രൈമറി കാര്യങ്ങൾ ക്ലിയറായി. പിന്നെ പേഴ്സണൽ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക എംപ്ലോയീസിനെ. ഞാൻ ഇപ്പോൾ 10 വർഷമായിട്ട് ബിസിനസ് ചെയ്യാം. എൻ്റെ ഓഫീസിൽ നിന്ന് സാർ ചോദിച്ചു, ഏതെങ്കിലും ഒരു വ്യക്തിനെ എടാ പോടാ എടീന്ന് വിളിച്ചിട്ടുണ്ടോ? ഞാൻ നോ. ഒള്ളി പേര് മാത്രം. അതിനെ എന്നെക്കാളും മൂത്തവരാണെങ്കിൽ അവരെ ഫോർ എക്സാമ്പിൾ എൻ്റെ രമണി ചേച്ചി എന്നൊക്കെ പറയുന്ന സ്റ്റാഫൊക്കെയാണ്, രമണി ചേച്ചി അല്ലെങ്കിൽ അങ്ങനെ അവരുടെ പേര് മാത്രം. എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരെ ഞാൻ പേരേ വിളിക്കുള്ളൂ. അത് നമ്മൾ അവരെ റെസ്പെക്റ്റ് കൊടുക്കുക എംപ്ലോയീസിന്, അത്രേ ഉള്ളൂ. ഇത് ഇത്ര മാത്രം ചെയ്താൽ മതി. പിന്നെ ഈ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ ചെയ്യുമ്പോൾ സാറ് പറഞ്ഞില്ലേ നമ്മുടെ കൂട്ടത്തിൽ 10-12 പേരെ ഉണ്ടായിരുന്നു. ആ എംപ്ലോയീസ് ഇന്നും നമ്മുടെ റെയിൻടെക്കിൻ്റെ ഓഫീസിലുണ്ട്. ആരും പോയിട്ടില്ല. താങ്കൾ അവരെ ചേർത്ത് പിടിക്കുന്നവരാണ്. ചേർത്ത് പിടിക്കും. അവർ എന്നെ ചേർത്ത് പിടിക്കുന്നുള്ളതാണ് തിരിച്ച് പറയാനുള്ളത്. അതൊരു വലിയ ഘടകം തന്നെ.